രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എല്ലാ കാലവും ആയുധശക്തിയുടെ മത്സരം കൂടിയാണ്. ഇസ്രായേൽ അമേരിക്ക സഖ്യം ഇറാനുമായി ഏറ്റുമുട്ടുമ്പോൾ മിസൈൽ ശക്തിയിൽ ബലാബലം പരീക്ഷിക്കപ്പെടുകയാണ്. ഇരു കൂട്ടരുടെയും സുപ്രധാന ആയുധങ്ങൾ എന്തൊക്കെ? ഗോകുൽ രവി ചേരുന്നു അതേക്കുറിച്ച് വിശദീകരിക്കാൻ. താങ്ക് യു ബി ദിലീപ് കുമാർ. നമ്മൾ ഓരോ യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും കാലഘട്ടത്തിൽ അവിടുത്തെ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളെ പറ്റി പറയാറുണ്ട്. നമുക്ക് ഈ സംഘർഷത്തിൽ, ഈ യുദ്ധത്തിലെ ആയുധങ്ങളെ പറ്റി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആയുധങ്ങളെ നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. പോയി കഴിയുമ്പോൾ ഞാൻ തിരികെ തീർച്ചയായും. ഇപ്പോൾ ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക രണ്ട് സഖ്യവും ഒരു രാജ്യവും നേർക്കുനേരെ ഏറ്റുമുട്ടുകയാണ്. അവിടെ ബലാബലമുണ്ടോ എന്ന് ചോദിച്ചാൽ സൈനിക ശക്തിയിൽ ഏതാണ്ട് ഇസ്രയേൽ അമേരിക്കയും കൂടെ ചേരുമ്പോൾ ഇറാൻ അതിൽ താഴെയാണെന്ന് പറയാം. പക്ഷേ ആയുധബലത്തിൽ ചില മേഖലയിലെങ്കിലും, ഏറ്റവും പ്രധാനപ്പെട്ടത് മിസൈൽ മേഖലയിൽ ഇറാൻ എല്ലാ കാലത്തും ലോകരാഷ്ട്രങ്ങൾക്ക്, അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒക്കെ വെല്ലുവിളിയാണ്. നമ്മൾ പരിശോധിക്കുന്നതും മിസൈലുകളെ പറ്റി തന്നെയാണ്. അമേരിക്കയുടെ മിസൈലിനെ പറ്റിയാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. ടോമഹോക്ക് മിസൈലാണ് ആദ്യമായി എത്തുന്നത്. ടോമഹോക്ക് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുക കപ്പലുകളിൽ നിന്ന്, അന്തർവാഹിനികളിൽ നിന്ന്, അതായത് കടലിനടിയിൽ നിന്ന് പോലും ഈ ടോമഹോക്ക് മിസൈലുകൾ വിക്ഷേപിക്കാനാകും. ഒപ്പം കരയിലെ ലോഞ്ചറുകളിൽ നിന്ന്, കരയിലെ ഒരു ട്രക്കിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലോഞ്ചിങ് വാഹനങ്ങളിൽ നിന്നും ഈ ടോമഹോക്ക് മിസൈലുകൾ വിക്ഷേപിക്കാനാകും എന്നതാണ് പ്രത്യേകത. ഇനി ഏറ്റവും വലിയ സവിശേഷത ഈ ടോമഹോക്ക് മിസൈലുകളുടെ കൃത്യതയാണ്. GPS മാപ്പിംഗ് വഴി കൃത്യമായ ലക്ഷ്യസ്ഥാനത്തിലേക്ക്, അതായത് നമ്മൾ ഒരുപക്ഷെ ഫോണിലൊക്കെ നമ്മൾ GPS ഒരു സ്ഥലം, ഒരു കെട്ടിടം, ഒരു വീട് ഒക്കെ നമ്മൾ കണ്ടെത്തുന്ന അവിടേക്ക് പോയിന്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അവിടുത്തെ ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്യുന്നത് പോലെ പ്രിസിഷനോടുകൂടി GPS മാപ്പിംഗ് വഴി ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ ടോമഹോക്ക് മിസൈലുകൾ ചെന്ന് പതിക്കും. ഇനി ഏറ്റവും വലിയ സവിശേഷത, ഈ ടോമഹോക്ക് മിസൈലുകൾക്ക് പറക്കുന്ന വഴിയിൽ ലക്ഷ്യം മാറ്റാനാവും. അതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഈ ടോമഹോക്ക് മിസൈലുകളെ നേരിടുക അത്ര എളുപ്പമല്ല. കാരണം പറന്നുയർന്ന ശേഷം അതിന് റഡാറുകളുടെ കണ്ണിൽ പെടാതെ താഴ്ന്നു പറക്കുവാനുള്ള ശേഷിയുണ്ട്. അതിനുശേഷം അതിൻ്റെ ട്രജക്ടറി മാറ്റുവാനുള്ള ശേഷിയുണ്ട്. ഒപ്പം ഇനി ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നു പോകുമ്പോൾ അവിടെ നിന്നുള്ള എതിർ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ശത്രു രാഷ്ട്രങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിനെ ആക്രമിച്ചാൽ ദിശ മാറ്റാം, ലക്ഷ്യം മാറ്റാം, മറ്റൊരിടത്തേക്ക് പറന്നു ചെന്ന് പതിക്കുവാനുള്ള ശേഷി ഈ ടോമഹോക്ക് മിസൈലുകൾക്കുണ്ട്. ഇനി വേഗതയിലേക്കാണ്. മണിക്കൂറിൽ 880 കിലോമീറ്ററാണ് ഈ ടോമഹോക്ക് മിസൈലുകൾക്ക് പറന്നു ചെല്ലാനാവുക. ദൂരപരിധിയിലേക്ക് വന്നാൽ 1600 കിലോമീറ്റർ. 1600 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഇത് പോയി പതിക്കും. അതായത് 1600 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് വരെ ചെന്ന് പതിക്കാനുള്ള ശേഷിയുണ്ട് ഈ ടോമഹോക്ക് മിസൈലുകൾക്ക്. ഇനി എത്ര സ്ഫോടക വസ്തു, എത്ര സ്ഫോടക ശേഷിയുണ്ട് ഈ ടോമഹോക്ക് മിസൈലുകൾക്ക് നോക്കാം. 450 കിലോഗ്രാം, ഓർത്തു നോക്കൂ, 450 കിലോഗ്രാം എക്സ്പ്ലോസീവ്സുമായി ഈ ടോമഹോക്ക് മിസൈലുകൾക്ക് ഇത്രയധികം ദൂരം, ഏതാണ്ട് 1600 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനാകുമെന്നതാണ് ടോമഹോക്ക് മിസൈലുകളുടെ പ്രത്യേകത. ഇത് അമേരിക്കയുടേതാണ്. ടോമഹോക്ക് മിസൈലുകൾ പല യുദ്ധങ്ങളിലും അമേരിക്ക പരീക്ഷിച്ച് വിജയിച്ചതാണ്. ആ ടോമഹോക്ക് മിസൈലുകൾ തന്നെയാണ് ഇപ്പോൾ ഇറാനെതിരെയും ഏറ്റവും ശക്തമായി ഉപയോഗിച്ചത്. കഴിഞ്ഞ ദിവസം ഖമനയുടെ സമുച്ചയത്തിലേക്ക്, അല്ലെങ്കിൽ ഖമനയുടെ ഓഫീസ് കെട്ടിടം അടക്കം തകർത്തപ്പോൾ 30-ലേറെ മിസൈലുകൾ അവർ ഉപയോഗിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇറാന്റെ സൈഡിലേക്ക് വന്നാൽ, ഇറാന്റെ ഏറ്റവും വലിയ ശക്തിയും ഇറാനെ ഏറ്റവും കൂടുതൽ ലോകരാഷ്ട്രങ്ങൾ, അമേരിക്ക അടക്കം, ഇസ്രയേൽ അടക്കം പേടിയോടെ കാണുന്നതും മിസൈലുകളുടെ കാര്യത്തിലാണ്. കാരണം അത്ര ശക്തമായ മിസൈൽ സംവിധാനമുണ്ട് ഇറാന്. ഒരുപക്ഷെ ഈ ഹെലികോപ്റ്ററുടെ കാര്യത്തിൽ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിലൊക്കെ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രയേലിനേക്കാൾ പിന്നിലാണ് ഇറാൻ എന്ന് പറഞ്ഞാൽ പോലും ഇത്തരത്തിലുള്ള മിസൈലുകൾ, ഇത് മിസൈലിന്റെ പേര് സെജിൽ 2 എന്ന മിസൈലാണ്. സെജിൽ 1 ഉണ്ടായിരുന്നു, സെജിൽ 2 ഉണ്ട്. ഇനി സെജിൽ 3 വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അവകാശവാദവും ഒരു വശത്തുണ്ട്. ഈ സെജിൽ മിസൈലുകൾ എവിടെ നിന്ന് വിക്ഷേപിക്കാനാവും? അതിനാണ് റോഡ് മൊബൈൽ ലോഞ്ചറുകൾ. അതായത് ഏത് ദുർഘടമായ ഇടത്തേക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിൽ കൊണ്ടു നിർത്തിയാൽ, ഒരു റോഡിൽ കൊണ്ടു നിർത്തിയാൽ ആ ട്രക്ക് കണക്കെയുള്ള ലോഞ്ചറുകളിൽ നിന്ന് ഈ സെജിൽ മിസൈലുകൾ വിക്ഷേപിക്കാനാവും. ഇതിന്റെ കൃത്യതയിലേക്ക് വന്നാൽ 50 വരെ കൃത്യതയുണ്ട്. അതായത് ഒരു ലക്ഷ്യസ്ഥാനം നിശ്ചയിച്ചാൽ ആ ലക്ഷ്യസ്ഥാനത്തിന് 50 മീറ്റർ പരിധിയിൽ എവിടെയും ഇത് ചെന്ന് പതിക്കാം. അത്രയും 50 മീറ്റർ വരെ പ്രിസിഷനോടുകൂടി ആക്രമണം നടത്തുവാൻ ഈ സെജിൽ മിസൈലുകൾക്ക് കഴിയും. ഇത്ര വലിയ എക്സ്പ്ലോസീവ്സുമായി പോകുന്ന ഇത്തരം ഒരു മിസൈൽ അത് 50 മീറ്റർ പരിധിയിൽ പതിച്ചാൽ തന്നെ എത്ര വിനാശകരമാകുമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുന്നതാണ്. ഇനി എത്ര വേഗത? മണിക്കൂറിൽ 4000 മുതൽ 6000 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുവാൻ ഈ സെജിൽ മിസൈലുകൾക്ക് കഴിയും. അതായത് ടോമഹോക്കിനേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് സെജിൽ മിസൈലുകൾ. ദൂരപരിധിയിലേക്ക് വന്നാൽ
ദൂരപരിധി 2000 കിലോമീറ്ററാണ്. ഏതാണ്ട് ടെഹ്റാനിൽ നിന്ന് ടെല്ലബീബിലേക്കുള്ള ദൂരം, അതായത് ഇറാന്റെ തലസ്ഥാനത്ത് നിന്ന് ഇസ്രയേലിന്റെ തലസ്ഥാനത്തേക്കുള്ള ദൂരം ഏതാണ്ട് 1600 താഴെ കിലോമീറ്റർ മാത്രമാണ്. അവിടെയാണ് 2000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ പറ്റുന്ന ദൂരപരിധിയുള്ള ഒരു മിസൈൽ ഇറാന്റെ കൈവശമുള്ളത്. ഇനി സ്ഫോടനശേഷിയിലും ടോമഹോക്കിനേക്കാൾ മുന്നിലാണ് സെജിൽ. 700 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ക്യാരി ചെയ്യാൻ കഴിയും ഈ സെജിൽ മിസൈലുകൾക്ക്. ഇത് തന്നെയാണ് ഏറ്റവും വിനാശകരമായ, അല്ലെങ്കിൽ ഇറാനെ ഏറ്റവും പേടിയോടുകൂടി ഇസ്രയേൽ അടക്കം നോക്കിക്കാണുന്ന കാര്യവും. താങ്ക് യു ഗോകുൽ. നമ്മൾ ഈ പറഞ്ഞ മിസൈലുകളൊക്കെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ നവീനമായ കണ്ടുപിടുത്തങ്ങളാണ്. കോടിക്കണക്കിന് രൂപയും മനുഷ്യാധ്വാനം ചെലവഴിക്കുന്നതാണ്. പക്ഷേ അതൊക്കെ ഉപയോഗിക്കുന്നത് നിമിഷ നേരം കൊണ്ട് കത്തിത്തീർക്കാൻ, കുറെ മനുഷ്യരെ ഇല്ലാതാക്കാനാണ് എന്നത് മാത്രം. തീർച്ചയായും ആയുധം വെച്ചുള്ള ഈ കളി വേഗം അവസാനിക്കട്ടെ. ലോകത്ത് സമാധാനം പുലരട്ടെ.